നമ്മൾ വീണ്ടും വാർത്തകളിലേക്ക് എത്തുമ്പോൾ ബൽറാം തൊടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം ചേരുന്നത് ശ്രീനഗറിൽ നിന്നാണ്. ബൽറാം, ഇപ്പോൾ രാജ്യം നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ടല്ലോ പാകിസ്ഥാൻ. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അതാണല്ലോ. ഏതൊരു തരത്തിലുള്ള ഭീകരപ്രവർത്തനത്തെയും രാജ്യത്തിന് എതിരായ യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന മുന്നറിയിപ്പ്. സ്വാഭാവികമായും ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ്. ഈ ശ്രീനഗറിൽ ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? മറ്റെന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, രാജ്യം പാകിസ്ഥാന് നൽകുന്ന ആ ഒരു മുന്നറിയിപ്പ്, അതിന് ആദ്യ നടപടികൾ ആരംഭിച്ചത് ശ്രീനഗറിൽ തന്നെയാണ്, ജമ്മു കശ്മീരിലാണ്. അല്ലെങ്കിൽ പ്രധാനമായും ഭീകരവാദത്തിന് എതിരായ പോരാട്ടം, പ്രാദേശിക ഭീകരവാദികൾക്കെതിരായ നടപടികൾ, അത് ഊർജിതമായി തന്നെ ഈ പാകിസ്ഥാനുമായുള്ള സംഘർഷം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രാദേശിക ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറി എത്തുന്ന പാക് ഭീകരർക്ക് സഹായം നൽകുന്നവർക്ക് എതിരായ നടപടികൾ തുടരുകയാണ്. NIA ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ നിരവധി പേർ, ഏതാണ്ട് 3000-ഓളം പേർ ഇതിനകം തന്നെ കസ്റ്റഡിയിലുണ്ട്, പ്രാദേശിക ഭീകരവാദികൾ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഭീകരവാദത്തെ പൂർണ്ണമായും, പ്രാദേശിക ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഈ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഇന്ന് ശ്രീനഗർ വരെ എത്തി എന്നതിൽ ജനങ്ങളിൽ ആശങ്കയുണ്ട്. എന്നാൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പ്രധാനമായും ശ്രീനഗർ വിമാനത്താവളമാണ് ഭീകരവാദികൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന ഒരിടം എന്ന് ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തേടിയെത്തിയ ഒരു ഇടമാണ് ശ്രീനഗർ വിമാനത്താവളം. ഇന്ന് പുലർച്ചെയും 2 ഡ്രോണുകൾ എത്തി എന്നാണ് വിവരം. കൂടാതെ ഇന്ന് ഉച്ചയോടെ മറ്റൊരു ഡ്രോണും എത്തി. ഇതിനിടം തന്നെ 4 തവണയാണ് ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യം വെച്ച് ആക്രമണ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിലവിലിപ്പോൾ ശ്രീനഗർ വിമാനത്താവളം അത് സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. സിവിലിയൻ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ആ സ്ഥിതി തുടരുകയായിരിക്കും. അതുകൊണ്ട് തന്നെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം അടക്കമുള്ള മുഴുവൻ സന്നാഹങ്ങളും ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഡ്രോണുകളെ ചെറുക്കുന്നതിനായി വിന്യസിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് അതിർത്തി മേഖലകളിലെ സംബന്ധിച്ചിടത്തോളവും ശക്തമായ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രതിരോധത്തിനായാലും ഒപ്പം തന്നെ തിരിച്ചടിക്കായാലും ഉള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ശക്തമായി തന്നെ തുടരുകയാണ്. പൂഞ്ച്, ഉറി അടക്കമുള്ള ഇടങ്ങളിൽ, കുപ്വാരയിൽ അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ജനവാസ മേഖലകൾക്ക് നേരെ പട്ടാപ്പകലും പാകിസ്ഥാൻ ഒന്നിടവിട്ട് ഇത്തരത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വീടുകൾ തകർത്ത് തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. എന്നാൽ ആശ്വാസകരം എന്നുള്ളത്, ജനങ്ങൾ ഒഴിഞ്ഞു പോയതിനാൽ ആൾനാശമോ പരിക്കോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിരൂക്ഷമായി തന്നെ പകലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഉറി, കുപ്വാര തുടങ്ങിയ ഇടങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകരെ പോലും പ്രവേശനം അനുവദിക്കുന്നില്ല. അവിടേക്ക് പോകുന്നത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജമ്മുകശ്മീർ പോലീസ്. കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രാദേശികമായി അവിടെ താമസിക്കുന്ന ആളുകൾ അടിയന്തര ആവശ്യങ്ങൾക്കായി അവിടേക്ക് സ്വന്തം വീടുകളിലേക്ക് പോകുന്നത് ഒഴികെയുള്ള മറ്റെല്ലാ യാത്രയും ആ മേഖലയിൽ നിരോധിച്ചിട്ടുണ്ട് പോലീസ്. അതേസമയം ഈ പാകിസ്ഥാന്റെ ഈ ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണത്തെ സമാനമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട്. കൃത്യമായി തന്നെ ആർട്ടിലറി ഫയറിംഗ് ഈ മേഖലയിൽ പാക് പോസ്റ്റുകൾ ലക്ഷ്യം വെച്ച് നടത്തുന്നുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിൽ വലിയ നാശം തന്നെ പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട്, പാക് പോസ്റ്റുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചുവെക്കുന്ന ഒരു പതിവ് സമീപനം ഈ വിഷയത്തിലും സ്വീകരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യം വെച്ചു തന്നെ ഈ ആക്രമണം അതേസമയം മറുവശത്ത് തുടരുകയാണ് പാകിസ്ഥാൻ. ഇതോടൊപ്പം മറ്റ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെ തന്നെ തുടരുക. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു പോറലും ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ
തുടർച്ചയായുള്ള ശ്രമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന പ്രാദേശിക ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ രാത്രികളിൽ ഈ ജമ്മു കശ്മീരിൻ്റെ ആകാശത്തുണ്ടായ കാഴ്ചകൾ അത് ജനങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുമാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ തുടർച്ചയായി ഷെല്ലുകളും യുദ്ധവിമാനങ്ങളും എത്തുന്നതെല്ലാം തന്നെ ശ്രീനഗറിലെ ജനങ്ങൾക്ക് നേരിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഒഴികെയുള്ള ഈ കടയുടമകൾ, വ്യവസായികൾ അടക്കമുള്ളവർ ഇവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. പല കടകളും അടഞ്ഞു കിടക്കുന്നു. പ്രത്യേകിച്ച് ഭക്ഷണശാലകൾ അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു ശ്രീനഗറിൽ എന്നുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം ശ്രീനഗറിൽ അടക്കം ജമ്മു കശ്മീരിൽ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രാദേശികമായി ഈ വിദ്യാർത്ഥികൾക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെടാൻ ആവശ്യമായ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ ശ്രീനഗർ NITയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിനകം മടങ്ങിയിരിക്കുന്നു. മലയാളി വിദ്യാർത്ഥികൾ 18 പേർ അടക്കമുള്ള സംഘമാണ് റോഡ് മാർഗം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. സമാനമായി മറ്റ് പല സ്ഥാപനങ്ങളിലും മലയാളികൾ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് പൂർണ്ണ സുരക്ഷാ സ്ഥാപനത്തിൽ ഒരുക്കുമെന്ന ഉറപ്പ് അധികൃതർ നൽകിയിരിക്കുന്നു. അത് സൈനിക മേധാവികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തി നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും നേരിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.